പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ഗ്രൂപ്പാണ് പാർട്ടി ഇതിൻ്റെ എല്ലാം കുഴപ്പമെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ്. ഗ്രൂപ്പിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ടായിരുന്നു. ഗ്രൂപ്പിന് അതിൻ്റെതായ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു, അതിന് ഹൈറാർക്കി ഉണ്ടായിരുന്നു, സ്റ്റേറ്റിൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, ജില്ലകളിൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, താഴെ വരെ ലീഡേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞാൽ പറയുന്ന താഴെ വരെ അനുസരിക്കും, അതിനപ്പുറത്ത് ആർക്കും അങ്ങ് ചാടിപ്പോകാൻ പറ്റത്തില്ല. അവിടെ ഒരു മെറിറ്റോറിയസ് ആയ സെലക്ഷൻ ഉണ്ടായിരുന്നു. ആരുടെയെങ്കിലും പേരുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ജില്ലകളിലെ ഗ്രൂപ്പിൻ്റെ തീരുമാനം അനുസരിച്ചാണ് നമ്മൾക്ക് ആളെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ മുകളിൽ നിന്ന് ഇഷ്ടമുള്ള ആളിലൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നതൊക്കെ സമയത്തൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ പോലും അങ്ങനെ ഗ്രൂപ്പിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഗ്രൂപ്പിൻ്റെ താഴെത്തട്ടിലുള്ള സംവിധാനങ്ങളെ ഒരു പാർട്ടി പോലെ ആണെന്നുള്ള വർക്ക് ചെയ്തത്. അപ്പോൾ 2 ഗ്രൂപ്പുകളായിരുന്നു. പെട്ടെന്നൊരു പുനഃസംഘടന 1 മണിക്കൂർ മതി ചെയ്യാൻ. 2 കൂട്ടത്തിൽ നമുക്ക് 20 പേരെ വേണ്ടി വരും. KPCCയുടെ ജനറൽ സെക്രട്ടറിമാരാണ് 2 പേരും 10. പറഞ്ഞാൽ അവരെ സ്റ്റേറ്റിലെ ഏറ്റവും ഓരോ കൂട്ടത്തിൽ നിൽക്കുന്ന മിക്കവാറും ഏറ്റവും സീനിയറായിട്ടുള്ളവരും ഏറ്റവും യോഗ്യരായിട്ടുള്ളവരുടെയും പേരുകളാണ് 2 കൂട്ടരും കൊടുക്കുന്നത്. ഈ 2 പേരും വയ്ക്കുന്നു, മിനിറ്റുകൾ കൊണ്ട് പുനഃസംഘടന നടക്കുന്നു. ഈ സംവിധാനത്തെ ഇപ്പോൾ തകർത്തിട്ടുണ്ട്. തകർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയ ദോഷമാണ് എന്നുള്ള വലിയ നറേഷൻ ഉണ്ടാക്കി. അതിന് സോഷ്യൽ മീഡിയ വഴിയൊക്കെ വലിയ പ്രചരണം കൊടുത്തു. ഇപ്പം നമ്മളൊക്കെ ഒരിക്കലും ഒരു ഗ്രൂപ്പ് മാനേജർ എന്ന് പറഞ്ഞുകൊണ്ട് സംഘടനയ്ക്ക് ദോഷമായിട്ട് ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പാർട്ടിക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമേ നിന്നിട്ടുള്ളൂ. ഒരിക്കലും ഇലക്ഷൻ സമയത്ത് കാല് വാരില്ല, ഒരു ഒരിക്കലും വാരില്ല. നമുക്ക് സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിനെ ഉപയോഗിക്കുന്നുള്ളതല്ലാതെ ഒരു ഇലക്ഷനിലേക്ക് ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊന്നും ആണെന്നോ ആണെന്നോ പറഞ്ഞ് അപൂർവമായി ചില സ്ഥലങ്ങളിൽ വല്ല വാറിലൊക്കെ വല്ലതും നടക്കും. അതും വേറെ പല താല്പര്യങ്ങൾ അതല്ലേലും നടക്കും.